ഞാൻ നിൽക്കുന്നതുകൊണ്ട് എന്താണ് നിനക്ക് അപകടമായിട്ടുണ്ടായത്? അപകടങ്ങള് ഒരുപാടുണ്ട്. ഞാനിവിടെ പറയടി, എന്താണ് ഈ അപകടം? എനിക്ക് കുറെ പറയാനുണ്ട്, പക്ഷെ എന്നെ അടിക്കും. പാറു മിണ്ടാണ്ടിരുന്നേ. എടി നീ മിണ്ടാണ്ടിരി. നീ ഇടയായിട്ട് ഭയങ്കര ദേഷ്യമാട്ടോ. പണ്ടത്തെ പോലെ ഒന്നല്ല. ഒരു ചെറിയ സംഭവം കിട്ടി അതി കയറി ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കും. എടി ഈ സ്വഭാവം കൊണ്ട് സിദ്ധുവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. സിദ്ധുവിന് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. അതെ, സിദ്ധുവിന് എന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല ചേട്ടാ, ഞാൻ അറിയാത്തതും ചെയ്യാത്തതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൈലന്റ് ആവൂലേ, എനിക്ക് ദേഷ്യം വരൂലേ. ഇതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് പടവലത്തെ അമ്മൂമ്മയുടെ സ്വഭാവമാണെന്ന്. അമ്മൂമ്മയുടെ സ്വഭാവം നല്ല സ്വഭാവ. കൊച്ച എന്റേത് മേടിക്കരുത് കേട്ടോ. കണ്ടാ, കൊച്ചു മുതൽ അച്ഛൻ വരെ എന്നെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ എങ്ങനെ എനിക്ക് ദേഷ്യം വരാതിരിക്കണേ? പിന്നെ അതെ ഇവന്റെ കാര്യം, ഇവനാണെങ്കിൽ ഒരുമാതിരി ആചരണ ശത്രുവിനെ പോലെ എന്റെ അടുത്ത് പെരുമാറണേ. ഞാനങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ കയ്യിലിരിപ്പ് പറഞ്ഞു ഒരു കാര്യത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ലല്ലേ. നീ പറയടാ, ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് എന്താണ് അപകടം ഉണ്ടായത്? നീ പറ. ഞാൻ പറയണ പറഞ്ഞാലേ പറ്റത്തുള്ള. നിർത്ത്. അവളുടെ ടെമ്പർ തെറ്റി എടുക്കണാണ്. നീയും ബോധമില്ലാത്ത എന്റെ പെരുമാറണ്. എടാ നീ വല്ല സേവാ കേന്ദ്രത്തിൽ പോകും. എന്റെ ടെമ്പർ പറ്റും. പോടാ, നിർത്തടാ, പോടാ. അമ്മയും കൂടെ വന്നാൽ എല്ലാം ശരിയാവും. അതാണ് അവള് പറഞ്ഞാട്ടാണ്. അമ്മ വരട്ടെ, പ്രശ്നമാവും. അമ്മ വന്ന പ്രശ്നം, അച്ഛൻ വന്ന പ്രശ്നം, കേശു വന്ന പ്രശ്നം, ശിവ വന്ന പ്രശ്നം. ഈ പ്രശ്നം മൊത്തം അവസാനം എന്റെ കയ്യിലും അല്ലേ? അത് ചേച്ചിയുടെ സ്വഭാവം കാരണം. കേശുവേ, എന്ത് മര്യാദക്ക് അവിടെ കുഴിപ്പുറത്തങ്ങ് നിന്നാ മതിയായിരുന്നു. അവിടെ നിന്നാ മതിയായിരുന്നല്ലോ. ഇങ്ങോട്ട് എന്തിനാ വന്ന് ഇവിടെ ആരും വിളിച്ച്? അയ്യോ, ആരും വിളിച്ചില്ല. എന്റെ സമയം മോശമായത് കൊണ്ട് എന്റെ തലവീതി ഇവിടെ വന്ന് നിൽക്കാൻ തോന്നിയത്. ഇപ്പൊ മനസ്സിലായില്ല, എല്ലാം ചേച്ചിയുടെ ഭാഗത്തുള്ള തെറ്റാണ്. മോനെ കേശുവേ, സമ്മതിച്ച്. ഇനി മേലെ നീ എന്റെ കാര്യത്തിൽ സഹകരിക്കാൻ വരരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചേച്ചി ഇനി മുതൽ എന്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ വരരുത്. ഇടപെടാതിരുന്നതിന് ഇവന് തോന്നിയ പോലെ നടക്കാലോ. ഞാൻ എന്ത് തോന്നി നടന്നതാണ് ചേച്ചി പറയണേ? ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തിനൊരു താങ്ങാവാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ഒന്നും അപകടമായിട്ട് ഇവിടെ ആർക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചില അപകടങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ചേച്ചിയുടെ കണ്ണിന്റെ കുഴപ്പം. നീ വിഷയത്തിൽ നിന്ന് പോവാതെ ഞാൻ ചോദിച്ചിട്ട് മറുപടി താ. ഞാൻ എന്ത് അപകടമാണ് നിനക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാക്കിയത്? ഇത് തന്നെ. സമാധാനം തരത്തില്ല. സമാധാനം തരുന്നതിന് അതാണ് ഏറ്റവും വലിയ അപകടം. ഓഹോ, അങ്ങനെയാണല്ലേ. ഓക്കെ ചേട്ടാ, ചേട്ടൻ പറ. ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ചേട്ടൻ എന്താ അപകടം ഉണ്ടായത്? എടി എനിക്കെന്തോന്നാ അവിടെ? എനിക്കൊരു അപകടമൊന്നുമില്ല. ഞാൻ പറയട്ടെ? നീ മിണ്ടരുത്. നീ പോ. എവിടെ പോവാൻ? എങ്ങോട്ടേലും പോ. പറ്റുമെങ്കിൽ കുഴപ്പത്ത് പോയാൽ അത്രയ്ക്ക് സന്തോഷം. എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എടി അവ അങ്ങനെ പറഞ്ഞ ഇപ്പൊ എന്താ? നീ മനസ്സിലാക്കി കാര്യമുണ്ട്, മനസ്സിലാക്കി പെരുമാറാൻ പറ്റൂല. മനസ്സിലാക്കി വിടടി. കേശുവേടാ, കേശു, ഇവിടെ വാടാ. ഇവിടെ വരെ. അപ്പൊ നീ എന്താ പറഞ്ഞു തരണം? നിന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ നിന്ന പ്രശ്നമാണ്, ഞാൻ കുഴിപ്പുറത്ത് പോണം അല്ലേ? ഇതിപ്പോ ചേച്ചി പറഞ്ഞു പറയിപ്പിക്കുന്നുണ്ടല്ലോ. പറഞ്ഞു പറയിപ്പിക്കണതാ? നിനക്ക് ഉറപ്പാണല്ലോ ഞാൻ ഇവിടെ നിന്ന പ്രശ്നമാണെന്നുള്ളത്? എന്താണ് പ്രശ്നമോ? ഇത് തന്നെ പ്രശ്നം. ഈ ഒറ്റ സാധനമാണ് പ്രശ്നം. മൊത്തം പ്രശ്നം ഉണ്ടാക്കണം. നീ മിണ്ടാതെ ഞാൻ അറിയാതെ അറിയുമ്പോ നിന്റെ കർണത്തടിക്കും, ഉറപ്പാണ്. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. ഇവിടെ വാടാ. ഇവിടെ വാ. അടിയില് ഇവിടെ നിക്ക്. കരണ്ട കുറ്റിക്ക് ഒരൊറ്റ അങ്ങോട്ട് കൊടുക്കടി. അമ്മ കാര്യം മിണ്ടിപ്പോരുത്. നീ ആരാടി? ഇവിടെ കണ്ടെങ്കിൽ ഞങ്ങളിക്കാൻ നീ ആരാ? നിന്റെ അതേ പ്രസംഗമൊക്കെ അവിടെ കുടിപ്പള്ളത്ത് പോയി കാണിച്ചാ മതി. ഇവിടെ കാണിക്കാൻ നിക്കണ്ട. മിണ്ടിപ്പോരുത്. നാണല്ലേ നിനക്ക്? നീ ഇവരുടെയൊക്കെ മൂത്തല്ലേ? അനങ്ങാ പോരാൻ നിക്കല്ലേ എന്നിട്ട് നീ ഇവരുടെ മുമ്പില്? അമ്മക്ക് കാര്യം അറിയാത്തോണ്ടാ. ഇവളെ ഇത് എപ്പോ തുടങ്ങിയ അടി അറിയോ? ഫസ്റ്റ് ആദ്യം ഇവളെ അച്ഛനൊപ്പം അടി ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ഇവന്റെ ഒപ്പം അടി ഉണ്ടാക്കി. വീണ്ടും എന്റെ ചെവി പോട്ടെ, എനിക്ക് മടുത്ത്. ഞാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരിക്കണേ. അച്ഛനെവിടെ? അച്ഛൻ പോയി. കേറി വന്നപ്പോ ഇതായിരുന്നു ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം. എങ്ങനെ ചോദിക്കാനാ? കേറി വന്നപ്പോ തന്നെ ഇവിടെ കാണുന്നത് ഭദ്രാവളെ പോലെ ഉടഞ്ഞുകൊള്ളണ ഈ കുഴിപ്പുളം ലച്ചുവിനല്ലേ? ഞാനേ കുഴിപ്പുളം ലച്ചു അല്ല, പടവലം ലച്ചു. പടവലം നീലുവിന്റെ മോള്. 1000 പേര് മുമ്പിൽ വന്ന് നിന്നാലേ ഒറ്റയ്ക്ക് എനിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റും. കാരണം എനിക്ക് ഭവാനിയമ്മയുടെ സ്വഭാവമാണ്. സ്വഭാവം മിണ്ടാതെ നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പടവലത്തേക്ക് പറഞ്ഞിടും. പറഞ്ഞില്ലാന്ന് വേണ്ട. ലച്ചു, ഈ സ്വഭാവം നിർത്തിക്കോണം. നീ എന്നല്ല, ഇവിടെ എല്ലാവരും ഈ സ്വഭാവം നിർത്തിക്കോണം. അതെ, നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം നിന്റെ കുഴിപ്പുള്ളത്ത് അറിഞ്ഞാൽ ആർക്കാ നാണക്കേട്? നിനക്ക് തന്നെ നാണക്കേട്. ഇങ്ങോട്ട് നോക്ക്. കുടുംബത്തിൽ നിനക്ക് നല്ലൊരു പേരുണ്ട്. അത് നീയായിട്ട് കളഞ്ഞു കുടിക്കരുത്. എന്ത് പേര്? അതെന്ത് സെൻസിൽ നീ എടുക്കുന്നോ അതുപോലെ എടുത്തോ. എനിക്കൊരു കുഴപ്പമില്ല എന്ത് പേരാണെങ്കിൽ. സംഭവം എന്താ പറയൂ ചേച്ചി? ഒരു ദിവസം നമ്മുടെ നെയ്യാറ്റിങ്കരയിലെ അമ്മൂമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ പണിക്കാരി ചേച്ചി ആ സമയം ചക്ക വെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ നെയ്യാറ്റിങ്കലെ അമ്മൂമ്മ ലച്ചേച്ചിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ ആരെടുത്ത് വേണമെങ്കിലും നാക്ക് നീട്ടാനും ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനും ലച്ചു ചേച്ചിയെ കഴിഞ്ഞ വേറെ ആളുള്ളത്. അപ്പോൾ നമ്മുടെ പണിക്കാരി ചേച്ചി പറഞ്ഞു ഓ തന്നെന്ന്. സംഭവം എന്താ പറയൂ? അവിടെ ചെല്ലുമ്പോൾ ആ ചേച്ചി കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ സ്വഭാവം. ലച്ചേച്ചി, ചേച്ചിയുടെ നാക്കിന്റെ പ്രസിദ്ധി അങ്ങ് തെക്ക് ദേശം വരെ അറിഞ്ഞിരിക്കുന്നു. നീ പോടേക്ക. അവിടെ നിൽക്ക്. എവിടെ പോണ്?
ബാഗ് എടുത്തിട്ട് നീ കുഴിപ്പള്ളത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഈ മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ട് നിന്റെ ബാഗ് ഞാൻ കത്തിച്ചളയും. ഇത് പറയണത് ആരാന്നറിയാമോ? നീ നേരത്തെ പറഞ്ഞില്ലേ പടവലം ഭവാനി അമ്മ, അവരുടെ മോളാ നീലു. ആ കുറച്ചു നേരം നീ കിടക്ക്, കിടന്നൊന്ന് റെസ്റ്റ് എടുക്ക്. റെസ്റ്റ് അല്ല, നീ ഉറങ്ങ്, അതാ നല്ലത്. അതെ, അപ്പൊ തലയൊക്കെ ഒന്ന് തണുക്കും. ആ ഡാ പോ ചെല്. എന്താടി? ഓ എന്ത് ആ നിനക്ക് ഇത് ജോലിക്ക് പോണ്ടേ? എനിക്കാ? ആ എനിക്കില്ല, ഇന്ന് എനിക്ക് ജോലിക്ക് പോകണ്ടമ്മ. എനിക്കൊന്ന് പൈപ്പ് ലൈൻ വരെ പോയോ, അരമണിക്കൂർ കേസേ ഉള്ളൂ. എന്തൊരു എന്നാ പിന്നെ ഒരു തേങ്ങ എടുത്ത് പൊതിച്ച അടുക്കളയിലേക്ക് എൻ്റെ കൂടെ, എന്നിട്ട് അതൊന്ന് ചിരണ്ടിത്താ. ആ അത് ചണ്ടി തരാം. അതെ, മീൻകറി ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. എന്നിട്ട് അത് കണ്ട് പഠിച്ച് ചെയ്യാൻ നോക്ക്. എനിക്ക് ഒരുത്തിടെ കാല് പിടിക്കാനൊന്നും വയ്യ, പറ്റുമെങ്കിൽ ചെയ്താ.